ഇഡി അറസ്റ്റ് ചെയ്ത തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയുടെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടി. ചെന്നൈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. വിവരങ്ങളുമായി ചേരുന്നത് മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന്. മനേഷ്, 17ാം തവണയാണ് ഇതിപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടുന്നത്. എന്താണ് കോടതി പറഞ്ഞത്? കൃഷ്ണ, ജാമ്യാപേക്ഷകൾ തള്ളുകയാണ്. എപ്പോഴും കഴിഞ്ഞ 22-ാം തീയതിയും ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ റിമാൻഡ് കാലാവധി, ജുഡീഷ്യൽ കസ്റ്റഡിയുടെ കാലാവധി വീണ്ടും 31-ാം തീയതി വരെയാണ് നീട്ടിയിരിക്കുന്നത്. ഇ ഡി ആണെങ്കിൽ മറ്റൊരു ഹർജി കൂടി ഇന്നിപ്പോൾ കോടതിയിൽ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഇഡിക്കെതിരായി സെന്തിൽ ബാലാജി നൽകിയ ഹർജികൾ തള്ളണമെന്നുള്ളതാണ്. അന്വേഷണ ഘട്ടമാണ്, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു ഹർജി പരിഗണിക്കരുത്, അത് തള്ളണമെന്നുള്ളൊരു ആവശ്യവും ഈ പറഞ്ഞ രീതിയിൽ ഇന്നിപ്പോൾ ഇ ഡി കോടതിയിൽ ആ രീതിയിലുള്ള ഹർജി കൂടി സമർപ്പിച്ചിട്ടുണ്ട്. അതായത് അറസ്റ്റ് അനധികൃതമാണ്, അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊന്നും തന്നെ ഇ ഡി നൽകിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ടായിരുന്നു ഒരു ഹർജി നൽകിയിരുന്നത് സെന്തിൽ ബാലാജി. ഈ ഹർജി തള്ളണം എന്നുള്ളതാണ് ഇ ഡിയുടെ ഇന്നത്തെ ഒരാവശ്യമായി കോടതിയിൽ വരികയും ചെയ്തിരിക്കുന്നത്. ശരി, ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു മനേഷ് മൂർത്തി.